നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ ബീച്ചിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണ സംഭവം ഡൽഹിയിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം എത്തും. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ആലപ്പുഴയിലെ ബൈപ്പാസ് മേൽപ്പാലം നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉന്നതതല വിദഗ്ധ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പി പ്രസാദ് ആവശ്യപ്പെട്ടു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരി പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം വിശ്വകർമ്മ സംഘടനകൾ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് വായ്പ തട്ടിപ്പ് നടത്തിയ പ്രഥമാധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ ചേർത്തല AEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ പഞ്ചായത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. നിരവധി ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നടപടി തുടരുമെന്ന് ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ബീച്ചിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിന്റെ ഗർഡർ തകർന്നു വീണ സംഭവം ഡൽഹിയിൽ നിന്ന് വിദഗ്ധ സംഘം അന്വേഷണത്തിന് എത്തും. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ആലപ്പുഴ ബൈപ്പാസിന്റെ ബീച്ച് ഭാഗത്തെ നിർമ്മാണത്തിലിരുന്ന ഉയരപ്പാതയുടെ ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ അന്വേഷിക്കാൻ ഡൽഹിയിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ ഉദ്യോഗസ്ഥ സംഘമെത്തും. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിൽ KC വേണുഗോപാൽ MP വിഷയത്തിൽ ഗൗരവം ഉന്നയിച്ചതിനെ തുടർന്നാണ് അന്വേഷണ സംഘത്തെ അയക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി തീരുമാനമെടുത്തത്. ഉയരപ്പാതയുടെ ഗർഡറുകൾ തകർന്ന സംഭവത്തിൽ ഉടൻ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ PSC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേയുടെയും NHI ബ്രിഡ്ജ് ആൻഡ് റോഡ് വിഭാഗത്തിലെയും ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാലിക്കേണ്ട ഗുണനിലവാരവും സുരക്ഷാ മാനദണ്ഡവും ഉറപ്പാക്കി മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂവെന്ന PSC യോഗത്തിൽ KC വേണുഗോപാൽ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണ സംഭവം വിദഗ്ധ സമിതിയെക്കൊണ്ട് സമഗ്ര അന്വേഷണം നടത്തിപ്പിക്കണമെന്ന് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. ദേശീയപാത 66 ആലപ്പുഴ ബീച്ച് വിജയ പാർക്കിന് സമീപം ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലം നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച ദേശീയ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പി പ്രസാദ് അറിയിച്ചു. അപകടം നടന്ന സമയത്ത് ആരും ഉണ്ടാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായെങ്കിലും സമീപവാസികൾ ഭീതിയിലാണ്. ദേശീയപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം ഗൗരവത്തിൽ കാണേണ്ടതാണ്. നിർമ്മാണത്തിൻ്റെ ഗുണനിലവാരത്തിലുണ്ടായ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നും ഇതിനെ ഗൗരവമായി എടുത്ത് ഉന്നതതല വിദഗ്ധ സംഘം രൂപീകരിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും അതോടൊപ്പം ജില്ലയിൽ മറ്റു പ്രദേശങ്ങളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കി ജനങ്ങളുടെ ആശങ്കകൾ അകറ്റണമെന്നും മന്ത്രി നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മയിൽ സ്വർണ്ണ വ്യാപാരി പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവം കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിശ്വകർമ്മ സംഘടനകൾ മാർച്ച് നടത്തി. സംഭവത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. മോഷണം മുതൽ വാങ്ങിയെന്നാരോപിച്ച കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത സ്വർണ്ണ വ്യാപാരി കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. മണ്ണഞ്ചേരി പൊന്നാട് പണിക്കാപറമ്പിൽ രാധാകൃഷ്ണൻ മരിച്ച സംഭവത്തിൽ മകൻ PR രതീഷ് മുഖ്യമന്ത്രിക്കും മുഹമ്മ പോലീസ് സ്റ്റേഷനും നൽകിയ പരാതികളിലാണ് അന്വേഷണം. കടുത്തുരുത്തി പോലീസ് രാധാകൃഷ്ണനെതിരെ എടുത്ത കേസും ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കസ്റ്റഡിയിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് മകന്റെ പരാതി. മരണത്തിന് മുൻപ് ബലപ്രയോഗം നടന്നെന്ന് സ്ഥിരീകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിലെ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകുമെന്ന് രതീഷ് പറഞ്ഞു. കഴിഞ്ഞ മാസം 6-ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണൻ പിറ്റേന്ന് വൈകിട്ട് ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുക്കുമ്പോഴാണ് നിലതെറ്റി താഴെ വീണത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. സയനൈഡ് കഴിച്ചാണ് മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ കുടുംബം ഇത് അംഗീകരിക്കുന്നില്ല. കടുത്തുരുത്തി SHO TS റനീഷിനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. വ്യാഴാഴ്ച ജ്വല്ലറിയിൽ തെളിവെടുപ്പിനും ഫോറൻസിക് പരിശോധനയുമായി ക്രൈംബ്രാഞ്ച് സംഘം എത്തിയെങ്കിലും രതീഷും ബന്ധുക്കളും കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ വിശ്വകർമ്മ സംഘടനകളുടെ സംയുക്ത പ്രതിഷേധത്തിൽ സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അടുത്ത ദിവസം വീണ്ടും ജ്വല്ലറിയിലെത്തി പരിശോധന നടത്തും. ടൈം ന്യൂസ്, ആലപ്പുഴ. അധ്യാപകരുടെ പേരിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വായ്പ തട്ടിപ്പ് നടത്തിയ പ്രഥമാധ്യാപകയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ ചേർത്തല AEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു.
ചേർത്തല ടൗൺ LP സ്കൂൾ പ്രഥമാധ്യാപിക NR സീത അധ്യാപകരുടെ പേരിൽ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം. പട്ടണക്കാട് അർത്തുങ്കൽ ചേർത്തല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ പ്രഥമാധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ചേർത്തല AE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് ഈ കൊള്ള നടത്തുന്നത്? എത്ര ക്രിമിനൽ സംഘങ്ങളെ പോലും അതിനപ്പുറം ആ പ്രഗത്ഭമായ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു വനിതയായി നമുക്ക് ഈ സീതയെ കാണാം. അതായത് ഈ സ്കൂളിലെ അധ്യാപകർ, ജീവനക്കാർ, രക്ഷകർത്താക്കൾ അവരുടെ എല്ലാം വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അത് പണയപ്പെടുത്തുക, അതല്ലെങ്കിൽ അത് ജാമ്യം ആയിട്ട് കൊടുക്കുക, ഉള്ള പണം ഇങ്ങനെ ലക്ഷക്കണക്കിന് നേടിയെടുക്കുക. അത് പല രൂപത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് KSFBയിൽ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി സഹകരണ ബാങ്കുകളിൽ നിന്നും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ വനിതാ നേതാവ്, പ്രധാന അധ്യാപിക കൊള്ള നടത്തിയതായിട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KC ആന്റണി അധ്യക്ഷത വഹിച്ചു. ജയലക്ഷ്മി അനിൽകുമാർ, R ശശിധരൻ, CD ശങ്കർ, സജി കുര്യാക്കോസ്, N ശ്രീകുമാർ, CV തോമസ്, B ബാസി, KS അഷ്റഫ്, വിനീഷ്, വിശ്വംഭരൻ പിള്ള, KP പ്രകാശ്, N മധുകുമാർ, B ഫൈസൽ, TT സാജു, KC വേണുഗോപാൽ, അജയകുമാർ, G സോമകുമാർ, സലിംകുമാർ, ജയമണി, മാമ്പല ശ്രീകുമാർ, ദേവരാജൻ പിള്ള, TD രാജൻ, ബാബു മുള്ളഞ്ചിറ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ പഞ്ചായത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. നിരവധി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. പുലർച്ചെ നടന്ന പരിശോധനയിൽ ഷെഫ് ഹോട്ടൽ, സഫാരി ഹോട്ടൽ, മലബാർ ഹോട്ടൽ, സ്മിത ഹോട്ടൽ എന്നിവിടങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും പൊതുജനാരോഗ്യ നിയമപ്രകാരം നോട്ടീസും നൽകി. പിഴ ഈടാക്കുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിച്ചു. പരിശോധനയിൽ മുഹമ്മ ഹെൽത്ത് ഇൻസ്പെക്ടർ CT സനൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു B എന്നിവർ പങ്കെടുത്തു. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ തുടർ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയന്തി അറിയിച്ചു. തുടർച്ചയായി വീഴ്ച വരുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദു ചെയ്യുന്ന കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചറും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ ഹരിത പ്രഖ്യാപനം നടത്തി. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭയിലെ മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഹരിത പ്രഖ്യാപനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. TB പാർക്കിന് സമീപം നടന്ന യോഗത്തിൽ സ്കൂളുകൾ, ഹരിത കലാലയങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത പാർക്കുകൾ, ഹരിത വീഥികൾ എന്നിവയുടെ പൂർത്തീകരണ പ്രഖ്യാപനങ്ങളിലാണ് നടന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശോഭ ജോഷി, ഹരിത കലാലയവും വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ, ഹരിത വിദ്യാലയങ്ങളും ക്ഷേമകാര്യം സ്ഥിരം സമിതി ചെയർമാൻ G രഞ്ജിത്ത്, ഹരിത അയൽക്കൂട്ടവും മരാമത്ത് കാര്യം സ്ഥിരം സമിതി ചെയർമാൻ A സാബു, ഹരിത പാർക്കുകളും മുനിസിപ്പൽ കൗൺസിലർ ബാബു മുളഞ്ചിറ ഹരിത വീഥികളും പ്രഖ്യാപിച്ചു. സ്വച്ഛ് സർവേ മിഷൻ 2024 ബന്ധപ്പെട്ട സ്കൂൾ തലത്തിൽ നടത്തിയ വേ ടു ആർട്ട് മത്സരത്തിലെ വിജയികളായ ഗവൺമെന്റ് UPS നെടുമ്പ്രക്കാട്, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകൾക്ക് സമ്മാനദാനവും പങ്കെടുത്ത മറ്റ് സ്കൂളുകൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. കൗൺസിലർമാരായ AAG ആശാ മുഖേഷ്, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ P അഖിൽ, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ജ്യോതിമോൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ S സുദീപ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള കാലാവധി ഈ മാസം 31-ന് അവസാനിക്കും. ആലപ്പുഴ ജില്ലയിൽ ഇനി മസ്റ്ററിംഗ് നടത്താനുള്ളത് 1,00,000-ലേറെ പേരെന്ന് റിപ്പോർട്ട്. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്ക് മസ്റ്ററിംഗിനായി അനുവദിച്ച സമയം ഈ മാസം 31-ന് അവസാനിക്കാനിരിക്കെ ജില്ലയിൽ മസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ളത് 49,738 പേർ. ജില്ലയിലെ 95.27% മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണ് ഇതുവരെ മസ്റ്ററിംഗ് ചെയ്തത്. 10,53,614 മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകളിൽ 10,03,876 പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കി. 1,14,765 മഞ്ഞ റേഷൻ കാർഡ് ഉടമകളിൽ 1,10,728 പേരും 9,38,849 പിങ്ക് റേഷൻ കാർഡ് ഉടമകളിൽ 8,93,148 പേരുമാണ് രജിസ്റ്റർ ചെയ്തത്. റേഷൻ കടകളിലെ ഈ പോസ് ഐറിസ് സ്കാനർ
ഫേസ് ആപ്പ് എന്നിവയിലൂടെ പലതവണ ശ്രമിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകാത്ത ഒട്ടേറെ പേരുണ്ട്. ഇവരുടെ പേര് വിവരങ്ങൾ വകുപ്പ് ആസ്ഥാനത്തേക്ക് അയച്ച റേഷൻ വിഹിതം നഷ്ടപ്പെടുകയില്ലെന്ന് ഉറപ്പുവരുത്തും. ആധാർ മസ്റ്ററിംഗ് ചെയ്യാനാകാത്ത വിധം ശാരീരിക പരിമിതികളുള്ള ഭിന്നശേഷിക്കാർക്കും ഇത്തരത്തിൽ റേഷൻ ഉറപ്പാക്കും. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതിനാൽ പലതവണ തീയതി നീട്ടി നൽകിയിരുന്നു. മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിലും മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലെ പ്രവാസികളുടെ പേര് ഒഴിവാക്കിയില്ലെങ്കിലും ഇവർക്കുള്ള റേഷൻ വിഹിതം കുറയ്ക്കും. അതേസമയം നാട്ടിലുണ്ടായിട്ടും മസ്റ്ററിംഗിന് എത്താത്തവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് നെയ്യാറ്റിൻകര വളാത്താങ്കര പള്ളിയിലേക്കുള്ള KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചു. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ചേർത്തല അർത്തുങ്കൽ പള്ളിയിൽ നിന്നും തെക്കൻ കേരളത്തിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെയ്യാറ്റിൻകര വൃത്താങ്കര പള്ളിയിലേക്കുള്ള KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറുമായി അച്ഛനും ഞാനും എല്ലാം കൂടി ഒരു ചർച്ച നടത്തുകയുണ്ട്. നിരവധി നാളുകളായി ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും തിരുവനന്തപുരത്ത് ചേർന്ന ആ യോഗത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. അന്നത്തെ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു റൂട്ട് വീണ്ടും ബസ് അനുവദിച്ച് വീണ്ടും അത് പുനഃസ്ഥാപിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. ആ നിർദ്ദേശം ഗതാഗത വകുപ്പ് മന്ത്രി അപ്പോൾ തന്നെ അംഗീകരിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അർത്തുങ്കൽ മുതൽ വളാത്താങ്കര വരെയുള്ള ഈ ഒരു സർവീസ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷമുണ്ട്. നല്ല ഇടപെടലാണ് ഇവിടെ നിന്നെല്ലാം ഉണ്ടായത്. ഞങ്ങൾക്ക് അതിനുള്ളൊരു കരുത്ത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നവർ, ഈ ദേവാലയവുമായി ബന്ധപ്പെടുന്നവർ, അവരെല്ലാവരും അവരുടെയൊക്കെ നിർദ്ദേശമാണ്. യേശുദാസത്തിൻ്റെ അടുത്തായാലും എൻ്റെ അടുത്തായാലും എല്ലാം ആ നിർദ്ദേശങ്ങളാണ്, അഭിപ്രായങ്ങളാണ് എത്തിയത്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് അർത്തുങ്കലിൽ നിന്നും പുറപ്പെടും. പൂങ്കാവ്, തുമ്പോളി, ആലപ്പുഴ വഴിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര വഴി വൃത്താങ്കര പള്ളിയിലെത്തുന്നത്. തിരികെ ഉച്ചകഴിഞ്ഞ് 2:40 അർത്തുങ്കലിലേക്കുമാണ് സർവീസ്. രാത്രിയിൽ അർത്തുങ്കലിൽ തങ്ങും. കോവിഡിന് മുമ്പുണ്ടായിരുന്ന തിരുവനന്തപുരം സർവീസിന് പകരമായി കൃഷിമന്ത്രിയുടെ പ്രത്യേക ഇടപെടലിനെ തുടർന്നാണ് നെയ്യാറ്റിൻകര വൃത്താങ്കര പള്ളിയിലേക്ക് സർവീസ് ആരംഭിച്ചത്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നവർക്കും സർവീസ് പ്രയോജനപ്പെടും. അതിരാവിലെ തെക്കൻ ഭാഗത്തേക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ പോകുന്ന തീരദേശവാസികൾക്കും സർവീസ് അനുഗ്രഹമാണ്. ചടങ്ങിൽ അർത്തുങ്കൽ റക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, KP മോഹനൻ, ചേർത്തല KSRTC ATO ഇൻചാർജ് സാജൻ എന്നിവരും പങ്കെടുത്തു. ലഹരിക്കും ആക്രമണങ്ങൾക്കുമെതിരെ ഒറ്റയാൾ പ്രതിഷേധവുമായി മാവേലിക്കര സുദർശനൻ. ആലപ്പുഴ ജില്ലാ കോടതിക്ക് സമീപത്താണ് മാവേലിക്കര സുദർശനൻ ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തിയത്. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ ഒറ്റയാൾ സമരവുമായി മാവേലിക്കര സുദർശനൻ. ആലപ്പുഴ ജില്ലാ കോടതിക്ക് മുന്നിലായിരുന്നു മാവേലിക്കര സുദർശന്റെ ഒറ്റയാൾ പ്രതിഷേധം. 4 പതിറ്റാണ്ടായി ഒറ്റയാൾ സമരവുമായി സമൂഹത്തോട് സംവദിക്കുന്ന മാവേലിക്കര സുദർശനൻ ഇത്തവണ ലഹരിക്കും അക്രമങ്ങൾക്കും എതിരെയാണ് പ്രതിഷേധം അറിയിച്ചത്. ആലപ്പുഴ ജില്ലാ കോടതിക്ക് മുന്നിലായിരുന്നു മാവേലിക്കര സുദർശന്റെ ഒറ്റയാൾ സമരം. ദേഹത്ത് കറുപ്പ് നിറത്തിലും മുഖത്ത് ചുവപ്പ് നിറത്തിലുമുള്ള ചായം പൂശി ലഹരിക്കെതിരായ പ്ലക്കാർഡുമേന്തിയാണ് മാവേലിക്കര സുദർശനൻ പ്രതിഷേധിച്ചത്. വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത മാവേലിക്കര സുദർശൻ ഇതിനു മുൻപും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മാവേലിക്കരയിലുണ്ടായ കരിമരുന്ന് ദുരന്തത്തിനെതിരെ തലകുത്തി നിന്ന് നടത്തിയ പ്രതിഷേധവും കരിമണൽ ഖനനത്തിനെതിരായി നടത്തിയ സമരവും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ലഹരി വിപത്തിനെതിരെയാണ് ഈ പ്രാവശ്യം എൻ്റെ പ്രതിഷേധമല്ല, ഇതൊരു ബോധവൽക്കരണ തെരുവ് നാടകമാണ്. അമ്മയുടെ താലിമാല പറിച്ചെങ്കിലും ലഹരി വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വർത്തമാന കാലമാണ് നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത്. മദ്യപിക്കാനോ ലഹരി വാങ്ങിക്കാനോ പണം കൊടുത്തില്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും കൂടെ മുറിക്കകത്തിട്ട് പെരക്കി തീ കൊളുത്തുന്ന ഒരു വാർത്ത പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സഹപാഠിയെന്നോ ഒന്നുമില്ലാതെ ക്രൂരമായ രീതിയിലേക്ക് ലഹരി അവനെ അങ്ങോട്ട് കൊണ്ടെത്തിക്കുകയാണ്. അവിടെ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. സ്കൂൾ തലങ്ങളിൽ അസംബ്ലി മുതൽ മേപ്പോട്ട് രക്ഷാകർത്താക്കൾ കുടുംബം മുഴുവനും കുട്ടികളെ അവർ വേണ്ട രീതിയിൽ ബോധവൽക്കരണം നൽകണം. മദ്യം കഴിക്കരുത്, യാതൊരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതെ ആ ദൈവം തന്നിരിക്കുന്ന ആയുസ് മുഴുവനും നമ്മുടെ ലോകത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടിയും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയും ജീവിക്കണം എന്ന് പറയാനുള്ളൂ. ലഹരിക്ക് വേണ്ടി മരിക്കരുത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ മാവേലിക്കര സുദർശനൻ കടുത്ത വേനൽ ചൂട് പോലും വകവയ്ക്കാതെയാണ് ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ ഒറ്റയാൾ സമരം നടത്തിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം മാർച്ച് 9 ഞായറാഴ്ച ചേർത്തലയിൽ നടക്കും. ചേർത്തല ബ്രാഹ്മണ സമൂഹ മഠം ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഹിന്ദു ഐക്യവേദി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശ്വരാജി മഠത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ
ശ്രീ ആർ.വി. ബാബു സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് പത്മനാഭൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യം മൂസത്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വക്താക്കൾ, അങ്ങനെ സംഘടനയുടെ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രമുഖന്മാരായ കാര്യകർത്താക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന ഹൈന്ദവ സമൂഹത്തെയും പൊതുവിൽ മറ്റ് പൊതുസമൂഹത്തെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും നിരന്തരമായി സമൂഹമധ്യത്തിൽ അകാരണമായി അവഹേളിക്കപ്പെടുകയും അതിനെ അവിശ്വാസികളെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവിൽ കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ക്ഷേത്രങ്ങളിലെ ഉച്ചഭാഷണിയുടെ ഉപയോഗം. അത് കേന്ദ്രത്തിൻ്റെ ഒരു നിയമത്തിൻ്റെ പേരിൽ രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണം ഉപയോഗിക്കാൻ നിലവിൽ പോലീസ് അനുവദിക്കില്ല, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ കലാപരിപാടികളും ക്ഷേത്രാനുബന്ധമായ മറ്റ് ചടങ്ങുകളും അനുകൂലപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമ്മുടെ കൊറ്റംകുളം അമ്പലത്തിലൊരു കൊച്ചുകുട്ടി വയലിൻ കച്ചേരി നടത്തിക്കൊള്ളുന്നത്. അപ്പോൾ ഒരു കീർത്തനം തീരുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് വാച്ച് നോക്കുകയാണ്. 10 ആയപ്പോൾ 10:01 ചെന്ന് മൈക്കൊടുക്കുക. അതൊരു കൊച്ചു കുട്ടിയാണെന്നോ ഒരു കലാപരിപാടിയാണെന്നോ യാതൊരു ക്രമസമാന പ്രശ്നമില്ലാത്തൊരു കലാപരിപാടി. ഒരു ഗാനമേള നടക്കുന്നു, അവിടെ തുടരും ആട്ടമൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ പോലീസിലൂടെ നമുക്ക് സ്വാഗതമില്ല. വളരെ സമാധാനമായി നടക്കുന്ന ഒരു കീർത്തനം പൂർത്തിയാക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോലീസിലൂടെ മാറുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 9 രാവിലെ 9:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. തുടർന്ന് മുഹമ്മ വിശ്വകാജി മഠം സെക്രട്ടറി സ്വാമി പ്രബോധ തീർത്ഥ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് എൻ. രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിക്കും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ.വി. ബാബു മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് വി. പത്മനാഭൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യ മൂസത്ത്, സംസ്ഥാന സഹസംഘടനാ സെക്രട്ടറി വി. സുശികുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ്, സംസ്ഥാന വക്താവ് ES ബിജു, സെക്രട്ടറി EG മനോജ് തുടങ്ങിയവർ സംസാരിക്കും. ഹിന്ദു ആചാരങ്ങളും വിശ്വാസങ്ങളും അവഹേളിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഉത്സവ നടത്തിപ്പിലെ ഉച്ചഭാഷണി ഉപയോഗത്തിന് പോലീസ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ, ആന എഴുന്നള്ളിപ്പിൽ ഏർപ്പെടുത്തിയ അപ്രായോഗികമായ നിയന്ത്രണങ്ങൾ, ഹൈന്ദവ ആചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കുമെതിരെ കോടതികളിൽ ഹർജി നൽകുന്ന സന്നദ്ധ സംഘടനകളുടെ വ്യക്തികളുടെയും സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി S. ചന്ദ്രശേഖരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PS. രാജീവ്, താലൂക്ക് ജനറൽ സെക്രട്ടറി KG. മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ചേർത്തല തണ്ണീർമുക്കം വെള്ളിയാകുളം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാകുളം ഗവൺമെൻറ് UP സ്കൂളിൽ 4 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന സ്കൂൾ വാർഷികാഘോഷം ആരംഭിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൻ്റെ 110ാമത് വാർഷികമാണ് ഈ 4 ദിവസക്കാലമായി ഇവിടെ നടക്കുന്നത്. LKG മുതൽ ഏതാണ്ട് 1000ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്കെല്ലാം അവരുടേതായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത്. നമ്മുടെ കുട്ടികളുടെ കായിക വാസനകളെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. 110 വർഷത്തെ ചരിത്രമാണ് ഈ സ്കൂളിനെ സംബന്ധിച്ചുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ ജി പണിക്കർ അധ്യക്ഷത വഹിച്ചു. കലാസമിതിയുടെ ഉദ്ഘാടനം യുവകർഷകൻ സുജിത് SP നിർവഹിച്ചു. അന്തർദേശീയ കായിക താരം വാസന്തി വിജയൻ, കൊക്കോട്ടഫ്റ്റ് MD അർജുൻ മഹാദേവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, HM സന്തോഷ് V, PTA പ്രസിഡന്റ് സുദീപ് P. ദാസ്, സ്കൂൾ ലീഡർ അഫിറാം N, NS ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല വാരനാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ വാർഷികാഘോഷവും വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനവും ശനി ഞായർ ദിവസങ്ങളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാരനാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ 69ാമത് വാർഷികവും അതോടൊപ്പം തന്നെ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനത്തിനായി
സ്റ്റാർസ് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പ്രൊജക്ട് വർണ്ണക്കൂടാരം 2023-24 നമ്മുടെ ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാന്യ കൃഷിമന്ത്രി ശ്രീ പ്രസാദ് അവർ നിർവഹിക്കുന്നു. അന്നേ ദിവസം തന്നെ പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളുടെ കിഡ്സ് ഫെസ്റ്റ്, എൻഡോമെന്റ് വിതരണം, സ്കോളർഷിപ്പ് വിതരണം, കുഞ്ഞുങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയ്ക്കും തുടക്കം കുറിക്കുകയാണ്. മാർച്ച് 8 വൈകിട്ട് 4:30 കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PS ഷാജി, സിനിമാ തിരക്കഥാകൃത്ത് വാരനാട് സുനീഷ്, വർണ്ണക്കൂടാര ശില്പി അനിൽ പെരുമ്പളം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ്, സന്ദീപ് മധു, മിനി ലെനിൻ, പ്രവീൺ ജി പണിക്കർ, VK മുകുന്ദൻ, രജിമോൾ, ഷീല ടീച്ചർ, മാത്യു കൊല്ലേലി, സ്വപ്ന മനോജ്, ഷാജിമോൻ, മേരി ദയ, TO സൽമോൻ, മഹേശ്വരി, M പ്രശാന്ത്, N ഉഷ തുടങ്ങിയവർ സംസാരിക്കും. മാർച്ച് 9 ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം വൈകിട്ട് 3:30 ചേർത്തല സർക്കിൾ ഇൻസ്പെക്ടർ G അരുൺ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ ജി പണിക്കർ അധ്യക്ഷത വഹിക്കും. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PP ഉദയസിംഹൻ, KP വേണുഗോപാൽ, ദീപ്തി ദിമിത്രോ, കുഞ്ഞപ്പൻ പാറപ്പുറം, മോഹൻദാസ്, അരുൺ K ദാസ്, ശ്യാംകുമാർ, വീണ R, ജിഷ VS തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് M പ്രശാന്ത്, പ്രധാനാധ്യാപിക ഉഷ N, തങ്കച്ചൻ തോട്ടങ്കര, വീണ R, അരുൺ K ദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വയലാർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൻ്റെ വാർഷികാഘോഷം വർണ്ണാഭമായി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന KX ജൂഡി, മേരി ഹെലൻ എന്നീ അധ്യാപകർക്ക് ഇതോടൊപ്പം യാത്രയയപ്പും നൽകി. വയലാർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ 98ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ലോക്കൽ മാനേജർ റവറൻഡ് ഫാദർ ലോറൻസ് പൊള്ളയിൽ ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ ഫ്ലവർ സ്കൂളില് വിശുദ്ധ ഫ്രാൻസിസ് സേവന്റെ നാമധേയത്തിലുള്ള ദേവാലയവുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ സ്കൂള് 98 വർഷം ആചരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ ചേർത്തല താലൂക്കില് അന്ന് വേറൊരു വിദ്യാലയം ഇല്ല എന്നുള്ളതാണ്. മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് പിന്നീട് വന്നതാ എന്ന് പറഞ്ഞാല് ഇവിടെ പഠിച്ച പലരുമാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന കവി. ഒപ്പം മറ്റുള്ള കാര്യങ്ങളും ലോകം അറിയപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാലയത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ്. കൊച്ചി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ റവറൻഡ് ഫാദർ ആന്റണി അഞ്ചുതൈക്കൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കായുള്ള ഉപഹാര സമർപ്പണം നടന്നു. ചേർത്തല ഉപജില്ല നൂൺമീൽ ഓഫീസർ AR ഡെന്നീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വാർഡ് മെമ്പർ ഇന്ദിരാ ജനാർദ്ദനൻ, PTA പ്രസിഡന്റ് അഞ്ജു ജോബി, മുൻ ഹെഡ്മിസ്ട്രസ് ജാൻസി KP, SMC കൺവീനർ ജെയിംസ് അബ്രഹാം, മുൻ ഹെഡ്മാസ്റ്റർ VV ആന്റണി, കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം അസീസ് വയലാർ, മുൻ അധ്യാപകൻ മോഡി ജോൺ, വിദ്യാർത്ഥി പ്രതിനിധി എബിൻ ജോബി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജൂഡി KX, മേരി ഹെലൻ CL എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ബിനോ P തോമസ് കൃതജ്ഞതയും HM റവറൻഡ് സിസ്റ്റർ മേരി ബോണ സ്വാഗതവും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി. ടൈം ന്യൂസ് ചേർത്തല. കായംകുളം നഗരസഭയിൽ അമൃത് മിത്ര പദ്ധതികൾക്ക് തുടക്കമായി. കായംകുളം നഗരസഭ ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പാർക്കുകളുടെ പരിപാലനം, കുടിവെള്ള പൈപ്പുകളുടെ മീറ്റർ റീഡിംഗ്, ജലഗുണനിലവാര പരിശോധന തുടങ്ങിയ പദ്ധതികളാണ് അമൃത് മിത്ര പദ്ധതി. കായംകുളം ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടന്ന യോഗം വൈസ് ചെയർമാൻ J ആദർശിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ P ശശികല ഉദ്ഘാടനം ചെയ്തു. അമൃത് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇങ്ങനൊരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് നമുക്ക്
നമ്മുടെ പട്ടണത്തിലെ ജനങ്ങൾക്ക് അറിയാൻ കഴിയണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു യോഗം ഇവിടെ കൂടിയത്. നമ്മളിവിടെ ഉദ്യാന പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് 5 പേരെയാണ് നമ്മളിപ്പം കുടുംബശ്രീയിൽ നിന്ന് കുടുംബശ്രീ സഹോദരിമാരായിട്ടുള്ള 5 പേരെ നമ്മൾ തിരഞ്ഞെടുത്തു. ഒരാളെ ഗവൺമെൻറ് LP സ്കൂളിൽ, ഒരാൾ ഗവൺമെൻറ് UP സ്കൂള്, അതുപോലെ തന്നെ 2 പേര് ടൗൺ UP സ്കൂള്, ഒരാൾ നമ്മുടെ പട്ടണത്തിലെ മുഴുവൻ കാര്യങ്ങളുമായിട്ട് നോക്കുന്നതിന് വേണ്ടി, അങ്ങനെ 5 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ് സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS. സുൽഫിക്കർ, കൗൺസിലർമാരായ നാദിർ ഷാ, സന്തോഷ് കണിയാപ്പറമ്പിൽ, നഗരസഭാ സെക്രട്ടറി സനിലസ്, നഗരസഭാ പ്രൊജക്ട് ഓഫീസർ അമിത് മിത്ര, കോർഡിനേറ്റർ ജയശ്രീ, വാട്ടർ അതോറിറ്റി ജീവനക്കാർ, CDS ചെയർപേഴ്സൺമാർ, ഗവൺമെന്റ് UP സ്കൂൾ HM, CDS അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം. അരൂക്കുറ്റി മാത്താനം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം. ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികളുടെ നേതൃത്വത്തിൽ കൊടിയേറ്റി ചടങ്ങ് നടന്നു. മാർച്ച് 14 സമാപിക്കും. മാർച്ച് 6 പള്ളിയുണർത്തൽ, നിർമാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹോമം, ഉഷപൂജ, പന്തിരടി പൂജ, വിശേഷാൽ പൂജ, ദേവി മഹാത്മ്യ പാരായണം എന്നിവയും നടന്നു. 11:30 കൊടിയേറ്റ് സദ്യയും. വൈകിട്ട് 4 മണിക്ക് ആലപ്പറമ്പ് തീർത്തിൽ വേലു കരുണാകരന്റെ വസതിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കൊടിക്കയർ താലപ്പൊലിയായി എതിരേറ്റു. വൈകിട്ട് 6:32 7:04 മധ്യേ ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് കർമ്മം നടന്നു. കൊടിയേറ്റിന് ശേഷം കൊടിമരമാല സമർപ്പണവും പ്രഭാഷണവും നടന്നു. മാർച്ച് 14 ആറാട്ട് മഹോത്സവത്തോടെയാണ് തിരുവുത്സവം സമാപിക്കുക. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ബീച്ചിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണ സംഭവം ഡൽഹിയിൽ നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വിദഗ്ധ സംഘമെത്തും. പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ആലപ്പുഴയിലെ ബൈപ്പാസ് മേൽപ്പാലം നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി P. പ്രസാദ് ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഉന്നതതല വിദഗ്ധ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും P. പ്രസാദ് ആവശ്യപ്പെട്ടു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരി പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം വിശ്വകർമ്മ സംഘടനകൾ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് വായ്പ തട്ടിപ്പ് നടത്തിയ പ്രഥമാധ്യാപികയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ ചേർത്തല AEO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ പഞ്ചായത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. നിരവധി ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നടപടി തുടരുമെന്ന് ആരോഗ്യവകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.